നമസ്കാരം. നല്ല കാര്യവിവരമുള്ള നാട്ടുകാർ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ആസന്നമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന ഈ വേളയിൽ അമ്പലത്തിലെ കളവുപോയ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ചില നഗ്ന സത്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ ബാധ്യസ്ഥനാണല്ലോ. അവൻ വന്നില്ലേടെ പാർത്ഥൻ. അവനെന്തിനു വരണം? അവനിത് അറിയണ്ടേ? അവനെന്തിനു അറിയണം? അവൻ അറിഞ്ഞാലല്ലേ ഒളിവിൽ നിന്ന് പുറത്തു വരും. അവനെന്തിനു പുറത്തു വരണം? അവൻ പുറത്തു വന്നില്ലേ ഞാൻ അകത്താകും. മുതലാളി അവൻ അറിഞ്ഞോളും. ഇത് നേരത്തെ പറഞ്ഞൂടെ? കിട്ടേണ്ടത് കിട്ടിയാലേ തോന്നേണ്ടത് തോന്നു. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, വിശ്രമം കട്ടെടുത്ത് വിഗ്രഹം കട്ടെടുത്തതും കുഴിച്ചിട്ടതും പാർത്ഥൻ അല്ല. അത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അന്നത്തെ ആവേശത്തിൽ ഞാൻ പാർത്ഥന്റെ മേൽ പഴിചാരിയെങ്കിലും അവൻ നിഷ്കളങ്കനും നിരപരാധിയും നിരുപദ്രവകാരിയുമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. നന്മയുടെ പ്രതീകമായ ആ ചെറുപ്പക്കാരന്റെ മേൽ കുറ്റം ആരോപിക്കേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ഒളിവിലിരിക്കുന്ന പാർത്ഥൻ പുറം ലോകത്തേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, മൈക്ക് ഒരു പാവം ചെറുപ്പക്കാരന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തി എന്നെ ആത്മാർത്ഥതയുടെ പ്രതീകമായി കണ്ട് ആസന്നമായ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗ്രാമീണ ജനപക്ഷ സ്ഥാനാർത്ഥിയായി എനിക്ക് നിങ്ങളുടെ വിലയേറിയ ഗ്രാമീണ വോട്ടുകൾ തന്ന് ഗ്രാമീണമായി വിജയിപ്പിക്കണമെന്ന് ഞാൻ ഗ്രാമീണമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ വൈകിയ വേളയിലെങ്കിലും വിഗ്രഹമോഷ്ടാവെന്ന് ചിത്രീകരിക്കപ്പെട്ടിരുന്ന എന്നെ ഒരു നിരപരാധിയാണെന്ന് നിങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തിയ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഫൽഗുണൻ നമ്പി അവർക്കും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിർത്തണം നിന്റെ പ്രസംഗം. നാട്ടുകാരെ, ഇവരെ വിശ്വസിക്കരുത്. ഇവർ കള്ളനാണ്. ചതിക്കരുത്. അവൻ പറയട്ടെ എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ സെറ്റപ്പ്. എന്ത് സെറ്റപ്പ്? ഏതോ ഒരു കേന്ദ്രമന്ത്രി വരുന്നെന്നും ഇവന്റെ ചങ്ങാതിയാണെന്ന് പറഞ്ഞു കേട്ട് വിശ്വസിച്ചല്ലേ തമ്പി അങ്ങ് ഈ സെറ്റപ്പ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു മന്ത്രിയും ഇവിടെ വരുന്നില്ല. ഇവന് രക്ഷപ്പെടാൻ വേണ്ടി കളിച്ചൊരു നാടകമാ നാടകം. നേരെയാണോ ഇത്? പിന്നല്ലാതെ. ഞാൻ ഈ നാട്ടിലെ MLA ആണ്. എനിക്കറിയാത്തതാണോ? പരമനാറി, ദൈവം എന്റെ കൂടെയാണ്. അതുകൊണ്ട് MLA യാക്കര പ്രഭാകരൻ ഇപ്പൊ ഇവിടെ എത്തിച്ചത്. പ്രിയമുള്ള നാട്ടുകാരെ, ഞാൻ പറഞ്ഞത് പ്രസംഗിച്ചതെല്ലാം പിൻവലിച്ചിരിക്കുന്നു. ഇവൻ കള്ളനാണ്. വെറും കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ച കള്ളനെ സമ്മതിച്ചു. പക്ഷെ ഞാൻ കള്ളനായത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ നിൽക്കുന്ന നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇല്ലടാ, ഈ നാട്ടുകാർ ഇനി നിന്നെ വെച്ച് പൊറുപ്പിക്കില്ല. വേണ്ട കേട്ടണ്ട. നാട്ടുകാർക്ക് അവകാശപ്പെട്ട ക്ഷേത്രം കൈയടക്കി വെച്ച് കട്ടുമുടിക്കുന്ന തന്റെ ഈ കള്ളത്തമ്പിയുടെയും തനിനിറം പുറത്തു കൊണ്ടുവരുന്നവരെ പാർത്ഥന എന്ത് കളിയും കളിക്കും. എന്താ കളിക്ക്? ആ കളിയിൽ നിഷ്കളങ്കരായ ഈ നാട്ടുകാർ ജയിക്കുമോ നീ ജയിക്കുമോ എന്ന് നമുക്കൊന്ന് കാണാം. കാണാനൊന്നുമില്ല സാറേ, പാർത്ഥൻ കളിക്കും. പക്ഷെ അത് സാറിന്റെയും ഈ തമ്പിയുടെയും പോലെ ഞാനുമ്മ കിടന്നുള്ള കളി പോലെ ആയിരിക്കില്ലോ. പ്രിയമുള്ള നാട്ടുകാരെ, പിന്നെന്ത് കളി? അതുകൂടെ പറഞ്ഞിട്ട് പോടാ. പറയാം. പാർത്ഥന് വേണ്ടി മാധവൻ പറയാം ആ കളി എന്താണെന്ന്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനപക്ഷം സ്ഥാനാർത്ഥിയായ തമ്പിക്കെതിരെ ജനകാരുണ്യ പാർട്ടി സ്ഥാനാർത്ഥിയായി പാർത്ഥൻ മത്സരിക്കും. നീ എന്തായി പറയുന്നത് മാധവ? ഞാൻ മത്സരിക്കാനോ? അതോ അമ്മാവനെതിരെ? നിനക്ക് വേണ്ടിയല്ലല്ലോ നീ മത്സരിക്കുന്നത്, നാട്ടുകാർക്ക് വേണ്ടിയല്ലേ. മത്സര രംഗത്ത് ബന്ധുക്കളില്ല, ശത്രുക്കളെ ഉള്ളൂ. നിന്റെ ആവനാഴിയിലെ അമ്പുകൾ ജയിക്കാനുള്ളതാണ്, തോൽക്കാനുള്ളതല്ല. എടുത്തങ്ങ് പ്രയോഗിക്കണം. അതെ, ഞാൻ മത്സരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തമ്പിക്കെതിരായിട്ട് പാർത്ഥൻ മത്സരിക്കുന്നു. എങ്കിലൊരു വാതുവയ്പ്. ഈ അംഗത്തിൽ തോറ്റാൽ നീ എന്ത്? ഫൽഗുനൻ തമ്പി പറയുന്നത് എന്തും ഞാൻ ചെയ്യും. എന്തും. സ്ഥാനാർത്ഥി എന്നാ പലമുണ്ഠനം ചെയ്ത് പച്ച പുള്ളി കുത്തി ഈ കൃഷ്ണപുരം കവലയിലെ അരയാൽ കൊമ്പിൽ അർത്ഥനഗ്നനായി തല കീഴായി 3 രാവും പകലും നീ ഞാൻ കടക്കണം. സമ്മതിച്ചോ? സമ്മതിച്ചു. ജയിച്ചാൽ നിന്റെ വീടിന്റെ കുശിനിപ്പുരയിൽ പഞ്ചപുച്ഛമടക്കി നിന്റെ ബാല്യക്കാരനായി നീ പറയുന്നിടത്തോളം കാലം ഞാൻ നിൽക്കോടാ ശമ്പളമില്ലാതെ.
സ്ഥാനാർത്ഥിയെങ്കിൽ എതിർ സ്ഥാനാർത്ഥി അച്ഛനായിരിക്കില്ല, ഞാനായിരിക്കും. എന്റെ മാളെ കഴിഞ്ഞില്ല. ഈ പന്തയത്തിൽ ഞാൻ തോറ്റ അച്ഛൻ പറഞ്ഞ കുസരിപ്പടിക്ക് ഞാൻ വരും. MLA അവള് കുസരി. അച്ഛൻ അടുക്കളയാണ് പറഞ്ഞെങ്കിൽ അന്തപ്പുരമാകട്ടെ മകൾ. അന്തപ്പുരോ? മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. തോറ്റാലി പാർത്തന്റെ അന്തപ്പുരത്തിലെ പാദസേവ ചെയ്യുന്ന സഹധർമ്മിണി മകളായിരിക്കും. സമ്മതിച്ചോ? സമ്മതിച്ചു. മാധവ, 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 ഇവനിത് എവിടെ പോയി കിടക്കും? മാധവ, മാധവ, കയറി വരാനാ പറഞ്ഞത്. എന്തോ നടത്? മനുഷ്യനെ പേടിപ്പിക്കുന്നോ? എന്തിനാ നീ പാതിര നേരത്ത് ഇങ്ങോട്ട് വന്നത്? എന്തിനാ കുളത്തിൽ മുങ്ങിയത്? കുളത്തിൽ മുങ്ങി? ആര്? നീ മുങ്ങിയെങ്കിൽ എന്റെ ശരീരം നനയില്ലേ? ദാ നോക്ക്, നനഞ്ഞിട്ടുണ്ടോ? എന്താടാ, നിനക്ക് എന്ത് പറ്റി? നീ ഇങ്ങോട്ട് എന്തിനു വന്നു എന്ന് നോക്കാനാ ഞാൻ വന്നത്. കല്ല് വെച്ച നുണ പറയുന്നോടാ. ഞാൻ കണ്ടതല്ലേ നീ പാത്തും പതുങ്ങി ഇങ്ങോട്ട് വരുന്നതും കുളത്തിൽ മുങ്ങുന്നതും. സത്യം പറയടാ, നീ ആരാ? എന്തുദ്ദേശിച്ചാ നീ എന്റെ പുറകെ കൂടിയിരിക്കുന്നത്? പറയടാ, അല്ലെങ്കിൽ എന്റെ തലയ്ക്ക് തീ പിടിക്കും. ഞാൻ ആരാണെന്നറിയണോ? നോക്ക്, ഈ കണ്ണുകളിലേക്ക് നോക്ക്, സൂക്ഷിച്ചു നോക്ക്. എന്താ എല്ലാരും കൂടി അങ്ങോട്ടാ? നമ്മുടെ പാർത്തൻ കൊളക്കടയിൽ മരിച്ചു കിടക്കുന്നു. അയ്യോ, ഇന്നലെ വരെ ഉണ്ടായിരുന്നതാണ് ഈശ്വര. ചതിച്ചോ പറച്ചോനെ? അത് ഞാൻ അവനെവിടെ? ആര്? മറ്റവൻ. മറ്റവനോ? ഏത് മറ്റവൻ? കുഴപ്പക്കാരനാ, കൂടിയനാ, ചാത്തനാ. നീ ഇതാരുടെ കാര്യം പറയുന്നത്? ഇന്നലെ രാത്രി എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് ഞാൻ കണ്ടത്. അവനെ കുളത്തി ചാടുന്നത്. ഇവിടെ മുങ്ങിയവൻ അവിടെ പൊങ്ങി. ഇല്ല, പൊങ്ങിയില്ല. അവനവന്റെ കണ്ണിൽ കൂടെ നോക്കാൻ പറഞ്ഞു. ഞാൻ അതിൽ കൂടെ നോക്കിയപ്പോ 1000 മയിൽപീലികൾ. എന്റെ പടച്ചമ്പരാൻ, ഇവന്റെ ഉള്ളിൽ വല്ല ജിന്നു കൂടിയോ? എടാ പാർത്ത,
എന്താണ് ഇവിടെ? ഇവൻ തന്നെ അവൻ കുളത്തിൽ ചാടിയവൻ. എന്തിനാണ് നിന്നെ കുളത്തിൽ ചാടിയത്? കുളത്തിൽ ചാടിയെന്നോ? ഇവനെന്താ വട്ടായി പോയോ? കുളത്തിൽ ചാടിയവൻ കുളത്തിൽ ചാടാത്തവനോട് ചോദിക്കുന്നു എന്തിനാ കുളത്തിൽ ചാടിയത്? കുളത്തിൽ ചാടാത്ത ഞാൻ എങ്ങനെ കുളത്തിൽ ചാടിയെന്ന് പറയും? എടാ സുലൈമാനെ, ഇവനെന്തിനാ കുളത്തിൽ ചാടിയത്? വിട്, ഇതിനുള്ള മാർഗം എനിക്കറിയാം. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു മാധവ. എന്ത് സ്വപ്നം? ആ ഞാൻ കണ്ടു. കണ്ടോ? ഏയ് കണ്ടില്ലേ? കണ്ടില്ലേ? ആ ഞാൻ കണ്ടതാണല്ലോ. ആണോ? ആ ഇങ്ങോട്ട് വാടാ. ഇന്നലെ വാറ്റടിച്ച് നിലതെറ്റി കാണും. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. അവിടെ തമ്പിയും കൂട്ടനും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികയും കൊടുത്തു. അപ്പോഴാ നീ ഇവിടെ കണ്ടോ കണ്ടില്ലോ എന്ന് പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വാടാ. ഒന്നേ ദേ പിന്നെ പോയി. എന്താ? പഴയതുപോലെ കവലപ്രസംഗം നടത്തിയാലൊന്നും ഇത്തവണ വോട്ട് കിട്ടില്ല. ശക്തനായ എതിരാളിയാണ് മുന്നിൽ നിൽക്കുന്നത്. നാട്ടുകാരുടെ നോമിനിയായിട്ടാ പാർത്തൻ മത്സരിക്കുന്നത്. അവിടെയാണ് തനിക്ക് തെറ്റിയത്. എടോ, വോട്ടർമാരുടെ മനഃശാസ്ത്രവും രാഷ്ട്രീയക്കാരനായത് തനിക്കറിയില്ലേ? എടോ കോപ്പെ, വർഷങ്ങളായി അവരാഞ്ഞു കുത്തി ശീലിച്ച ചിഹ്നമാ നമ്മുടേത്. എതിരാളികൾ ഇനി എന്ത് കളി കളിച്ചാലും പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം അവർ ആ ചിഹ്നത്തിലെ കുത്തും. ഇല്ല മുതലാളി, ഇക്കാര്യത്തിൽ ഞാൻ MLA യാക്കര പ്രഭാർ സാറിന്റെ പക്ഷത്താ. ഇത്തവണ ആ കളി നടക്കുമെന്ന് തോന്നുന്നില്ല. 10 പുത്തനെറിഞ്ഞാലേ വോട്ട് പിടിക്കാൻ പറ്റും. തിരഞ്ഞെടുപ്പിൽ കലയിഞ്ചർ തമിഴ്നാട്ടിൽ കളിച്ച കളി വേണം മുതലാളി ഇവിടെ കളിക്കാൻ. തിരുവാതിരക്കളി അവിടുത്തെ വോട്ടർമാർക്ക് അരിയും ടിവിയും സാരിയൊക്കെ കൊടുത്തപ്പോ വോട്ട് മുഴുവൻ പറ്റിയില്ലായില്ലേ? പിന്നെ തലയുടെ പൊടി പോലും കണ്ടില്ല. ആ കളി വേണം ഇവിടെ കളിക്കാൻ. ഉടുക്കാൻ തുണിയും കെടുക്കാൻ വീടും അടിക്കാൻ ചാരായവും കൊടുക്കണം. നാട്ടുകാർക്ക് നേട്ടമുണ്ടായാൽ വോട്ടുകോട്ടുകൾ മറിയും. അവൻ 8 നിലയിൽ പൊട്ടും. ഗുഡ്. തലയേക്കാൾ ബുദ്ധി വാലിനുണ്ട്. അതിപ്പോഴേ അറിഞ്ഞുള്ളൂ. ലിസ്റ്റ് എഴുത്. സ്ത്രീ വോട്ടർമാർക്കെല്ലാം സെറ്റുമുണ്ട്. അതുപോലെ വീടിനടിക്കാൻ നമ്മുടെ കൊടിയുടെ കളറുള്ള പെയിന്റ് പോരെ. പുരുഷന്മാർക്കെല്ലാം അടിക്കാൻ ഓരോ പൈന്റ്. ഓരോ പൈന്റ് മതി ധാരാളം. നമ്മുടെ ആളുകൾ ഇവിടെ മാത്രം കുത്തിയിരുന്ന് വരച്ചാ പോരാ. നമ്മുടെ ബാനറുകളും പോസ്റ്ററുകളും കൃഷ്ണപുരം മുഴുവൻ നിറയണം. അവൾ ഒന്നൊട്ടിച്ചാ നമ്മൾ 9 ഒട്ടിക്കും. എന്തിനാ 9 ആക്കുന്നത്? 50 ഒട്ടിക്കാം. തെണ്ടിപ്പിരിഞ്ഞ് കിട്ടിയതേ 4000 ഉലുവയാ. അത് വെച്ചാ കൃഷ്ണപുരം നിറയ്ക്കാൻ പോകുന്നത്. ദേ നിന്റെ ഗതി അതോ ഗതി. കരിനാക്ക് വളച്ചൊന്നും പറയാതരാ. ഒരുത്ത കിടക്കണ കിടപ്പ് കണ്ടോ? അവനെ ഇന്ന് ഞാൻ ചവിട്ടി താഴേക്കിടും. എന്താ വാർത്ത? ഇവൻ പറഞ്ഞ കേട്ടോടെ. നീയല്ലേ കവലയിൽ വെച്ച് വിളിച്ചു കൂവിയത് തമ്പിക്കെതിരെ പാർത്ത മത്സരിക്കുന്നു? ഞാൻ പലപ്പോഴും പലതും പറയും. ചിലതൊക്കെ ചീറ്റി പോവുകയും ചെയ്യും. പണം വാരി എറിഞ്ഞിട്ടായിരിക്കും അയാളുടെ കളി. എന്റെ കയ്യിൽ എന്ത് പിണ്ണാക്കുള്ളത്? ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. എന്തോ പണക്കൊഴുപ്പിലായിരുന്നില്ല ചെഗ്യുവേര ക്യൂബ പിടിച്ചടക്കിയത്. തോക്കിൻകുഴലിലൂടെ മാവോസത്വം നയിച്ച വിപ്ലവവും സാമ്പത്തികത്തിൽ അധിഷ്ഠിതമല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വെഞ്ഞായിരിക്കും ഏട്ടാ. ആ ബാക്കിൽ തൂങ്ങിക്കിടക്കാൻ ബക്കോലും കിട്ടി ഞാൻ തീ വെക്കൂട്ടോ. എന്താണ് അങ്ങനെ കിണിക്കുന്നത്? ഇവിടെ ആരെങ്കിലും തുണിയില്ലാതെ നിൽക്കുന്നുണ്ടോ? അതല്ല, നീ ആലും കമ്പി തുണിയില്ലാതെ നഗ്നനായി കിടക്കുന്നത് ഓർത്ത് ചിരിച്ചു പോയതാ. നീ ഇടുത്താ പൊത്തത്തെ പണിക്കുകൊണ്ട് വല്ല കാര്യമുണ്ടാ? ഇതുകൊണ്ടൊന്നും വോട്ട് കിട്ടില്ല മോനെ. ഈ കാറിനുള്ളിരിക്കുന്ന ലക്ഷങ്ങളാ. അത് വെച്ച മുതലാളിയുടെ കളി. നാട്ടിലെ പെണ്ണുങ്ങൾ കൊടുക്കാൻ സെറ്റ്, വീടിനടിക്കാൻ പെയിന്റ്, കുടിയന്മാർക്ക് കുടിക്കാൻ പൈന്റ്. വേണ്ട, പറഞ്ഞു കൊതിപ്പിക്കുന്നില്ല. കാണാൻ പോകുന്ന പൂരം പറഞ്ഞിരിക്കണോ? പോട്ടെ പോട്ടെ സിസ്റ്ററെ. സെറ്റ് മുണ്ടു. എടേ, അവൻ പറഞ്ഞിട്ട് പോയി നീ കേട്ടില്ലേ? സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച ഇങ്ങോട്ട് മാറി. നീ ഇതെങ്ങോട്ടാ? അവൻ എങ്ങോട്ടാണോ അങ്ങോട്ട്. അവന് വട്ട്, ഇതിന് മുഴുവട്ട്. തെരഞ്ഞെടുപ്പിൽ തോക്കെന്ന് പറഞ്ഞപ്പോ കാറിന് മുമ്പിച്ചാരി ആത്മഹത്യ വന്നതാ. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയാണ്.
വോട്ടുകൾ വിലയ്ക്ക് വാങ്ങാനുള്ളതല്ല, മനസാക്ഷിയുടെ അംഗീകാരമാണത്. പണക്കൊഴുപ്പിലൂടെയാണ് എതിരാളി വിജയം കാംക്ഷിക്കുന്നതെങ്കിൽ അതേ നാണയത്തിൽ തന്നെ പാർത്ഥനും തിരിച്ചടിക്കാമല്ലോ. അതെ, അത് തന്നെയാണ് എന്റെ ശരി. എന്താ സംശയമുണ്ട്? എല്ലാം ഇറക്കി വെക്കണം. സാധനങ്ങളെല്ലാം സൂക്ഷിച്ചിറക്കി വെക്കണം. മനസ്സിലായോ? എല്ലാം കൃത്യമായിട്ട് ഇറക്കി പോയി. ഇവനിതെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു? നോക്കി നിൽക്കാതെ വന്ന് സഹായിക്കും പാർത്ത. പൈന്റ്, പെയിന്റ്, സെറ്റുമുണ്ട് എല്ലാം എത്തിക്കഴിഞ്ഞു. ഇതേത് ശബ്ദം? ഏത് ശബ്ദം? ഈ ശബ്ദം. അത് അവന് ശബ്ദമല്ല. അതല്ലെന്ന്. ആ ശബ്ദത്തിന് എന്തൊരു മാറ്റം? അത് ചിലപ്പോ മഞ്ഞുകൊണ്ടാ. അതൊന്നുമല്ലെന്ന്. പിന്നെ മെല്ലെ മെല്ലെ. എന്തുവാടേ പറഞ്ഞത് കേട്ടില്ലേ? വന്ന് സഹായിച്ചാട്ടെ. കേട്ടില്ലേ? ഇത് അവന്റെ ശബ്ദം പോലെയാണോ? അവന്റെ ശബ്ദം ഒരുമാതിരി അവനെ പോത്ത് കരയുന്ന പോലെയല്ലേ? ശരിയാണല്ലോ, ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. കരുണ, ഒന്നുകൂടെ പറഞ്ഞേ. എന്ത്? ഒന്നുകൂടെ നീട്ടി പറയാൻ. എന്ത്? അങ്ങനെ നീട്ടി പറയാനല്ല പറഞ്ഞത്, ഒന്നുകൂടെ വലിച്ചു പറയാൻ. ഡയലോഗ് വലിച്ചു നീട്ടി പറയുന്നത് ചരിത്രമാണോ? ഒരു മറ്റം. ഇനി ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മുടെ മാധവേട്ടന്റെ ശബ്ദമല്ലേ? അതെങ്ങനെ ഇവര് കിട്ടി? ഇനി രണ്ടിന്റെ അച്ഛനൊന്നായിരിക്കോ? അച്ഛൻ ഒന്നായതുകൊണ്ട് ശബ്ദം രണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്. എന്ത്? അവന്റെ അച്ഛൻ ഒന്നാണോന്ന്. കരുണ, ഒരു സംശയം, നിന്റെ അച്ഛൻ ഒന്നാണോ? അല്ല, 9. അയ്യ, അതല്ല, നിന്റെ മാധവേട്ടന്റെ അച്ഛൻ ഒന്നാണോ? അതെ അതെ, ഒന്നാ. സാധനങ്ങളെല്ലാം അടുക്കി അടുക്കി വെക്കണം. ചേച്ചി മറക്കരുത്. ചേച്ചി ചട്ടുകം ചിഹ്നം ചിഹ്നം. അല്ല, പൈന്റ് പുറകെ വരുന്ന പറഞ്ഞേക്ക്. സന്തോഷായല്ലേ? വിശ്വ നമ്മുടെ സെറ്റുമുണ്ട് വിതരണം ചെയ്തിട്ട് പെണ്ണുങ്ങളുടെ പ്രതികരണം എന്താ? പ്രതികരണം അറിയണമെങ്കിൽ വെളിയിലോട്ടിറങ്ങി ചുറ്റിക്കറങ്ങി ഒന്ന് നോക്ക്. റേഷൻ കടയിലൊക്കെ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുന്ന പോലെ സെറ്റുമുണ്ട് എടുത്തിട്ടാ. അപ്പൊ റേഷൻ കാർഡ് 1 4 ഓട്ടോ. വഴി കിടക്കുന്ന തേങ്ങ എടുത്ത് ഗണപതി കടിക്കുന്ന എമ്പോക്കികളെ എന്റെ പണം മുടക്കി ഞാൻ സെറ്റപ്പ് ആക്കിയ സാമഗ്രികളൊക്കെ അടിച്ചു മാറ്റി ഈ പരീക്ഷകൾക്ക് വിതരണം ചെയ്ത് വോട്ട് പിടിക്കാമെന്ന് കരുതിയോടാ നീ? തമ്പി ഒന്നും ഇല്ലാതൊന്നും പറഞ്ഞോ. ഇല്ലാത്തതാണോ ഉള്ളതാണോ ഞാൻ തെളിയിക്കാവടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ, നിറയത്തവനെ ഇറങ്ങി പറയടാ. ഞാൻ സെറ്റപ്പ് ആക്കിയ പെയിന്റുകളും സെറ്റ് മുണ്ടുകളും ഒക്കെ എങ്ങനെയാണ് ഇവരുടെ വന്ന്? അതാ ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊന്നും അറിയില്ല മുതലാളി. നിനക്കൊന്നും അറിയില്ലല്ലേ? നിന്നെ കൊണ്ട് അവനൊന്നും അറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു. പിന്നെന്തിനാ തല്ലുന്നത്? വരത്തനായ നീ വന്ന് കയറിയ ശേഷമാണ് ഈ കുഴപ്പങ്ങളൊക്കെ. എന്നോടൊപ്പം നടന്നിട്ട് എന്നെ ശപ്പനാക്കാമെന്ന് കരുതിയോടാ നീ? നടന്നത് എന്താണെന്ന് നിന്നെ കൊണ്ട് ഇന്ന് ഞാൻ പറയിപ്പിക്കും. എന്താടാ തുറച്ചു നോക്കുന്നത്? സെറ്റ് മുണ്ട് വാങ്ങാൻ പോയപ്പോ എന്ത് സംഭവിച്ചു? പറയാമടാ പുല്ലേ. എന്താടാ വിളിച്ചേ? എടാ കള്ളത്തമ്പി, എടാ നാറി തമ്പി, എടാ കൂതറ തമ്പി, എലനക്കി പട്ടിയുടെ ചിറുനക്കി തമ്പി. എടാ സെറ്റുമുണ്ടും പൈന്റും കൊടുത്താല് തന്റെ മോക്ക് വോട്ട് കിട്ടില്ലടോ. അതിനിവിടെ കാര്യശേഷിയുള്ള ആമ്പിള്ളേരുണ്ടോ?